മഴ പെയ്തതിന് പിന്നാലെ ദേശീയപാതയിൽ പലയിടത്തും വിള്ളൽ വീണ്ടും രൂപപ്പെടുകയും റോഡുകൾ തകരുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. കണ്ണൂർ തളിപ്പറമ്പിൽ രണ്ടിടങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. പുളിമ്പറമ്പിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക പാത തകർന്നു. ഇരുവശവും ഇടിച്ചതോടെ റോഡിന്റെ ഒരു ഭാഗം തകരുകയായിരുന്നു. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടഞ്ഞു. കുപ്പത്ത് ദേശീയപാതയ്ക്കായി ഇടിച്ച സ്ഥലത്ത് മണ്ണ് ഇടിഞ്ഞിരുന്നു. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നു. ഫെലിക്സ്, വീണ്ടും അപകടകരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണല്ലേ? വിശദാംശങ്ങൾ എന്താണ്? മോത്തി, ദേശീയപാത വികസനം ഒരു നാടിന്റെ ആകെ വഴിമുട്ടിച്ച അവസ്ഥയാണ് കണ്ണൂരിലെ തളിപ്പറമ്പിൽ ഉള്ളത്. ഈ തളിപ്പറമ്പ് പുളിമ്പറമ്പ്, ഇപ്പോൾ ഈ പുളിമ്പറമ്പ് എന്ന സ്ഥലത്ത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലം കീഴാറ്റൂരിൽ നിന്ന് വരുന്ന മാന്തംകുന്ന് എന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വരെയും മേൽപ്പാലമാണ്, ഈ റോഡ് പാലമാണ് പണിതിരിക്കുന്നത്. അതിനുശേഷം ഇവിടേക്ക് കുന്ന് ഇടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കുന്നിടിച്ച സ്ഥലത്താണ് വലിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പുളിമ്പറമ്പ് എന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ നിമിഷവും ഈ മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയ ഭീതി ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കും. നമുക്കൊരു വീട് കാണാം. ഈ പാതയോട് ചേർന്നാണ് ആ വീടുള്ളത്. ആ വീടിൻ്റെ ഒരു ഭാഗം മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ വീട്ടിലുള്ള ആളുകളെ ഏതാണ്ട് 3 ദിവസം മുമ്പ് അവിടെ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ആ വീട് തന്നെ ഇടിഞ്ഞു പോകാനുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് നേരത്തെ ഇടിച്ച മണ്ണ് ആ ഭാഗമാണ്, കുന്നാണ്, വലിയ കുന്നാണ് ഈ പ്രദേശം. അപ്പം അവിടെ നിന്നും മണ്ണ് ഓരോ നിമിഷവും ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇടിഞ്ഞു വീണ മണ്ണുകളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതാണ് വലിയ ആശങ്ക നിലനിൽക്കുന്നത്. മാത്രമല്ല, തളിപ്പറമ്പിൽ നിന്ന് പട്ടുവം അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുന്ന റോഡാണിത്. അപ്പോൾ ഈ റോഡ് ഇടിച്ച് പകരം ഒരു താൽക്കാലിക റോഡ് സമീപത്ത് പണിതിട്ടുണ്ട്. ആ താൽക്കാലിക റോഡ് നമുക്കറിയാം കുന്നാണ്, കാരണം കുന്നിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് താൽക്കാലിക റോഡാണ് ആ കാണുന്നത്. അപ്പോൾ ഈ കുന്നും ഈ റോഡിന് അരികും ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. കാരണം റോഡ് ഏത് നിമിഷവും ഇടിഞ്ഞു പോകാവുന്ന അവസ്ഥയിലാണ്. വലിയ വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു റോഡാണ്, പട്ടുവം പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ റോഡ് പൂർണ്ണമായും അടച്ച അവസ്ഥയുള്ളത്. ഇതിന് അപ്പുറത്തേക്കും സമാനമായ രീതിയാണ്. ഇതേ കുന്ന് ഇതേ രീതിയിലുള്ള താഴ്ച മറുവശത്തുമുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഏതായാലും വലിയ രീതിയിൽ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്, വീടുകളിലേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമാണ് ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല, കാരണം എൻ്റെ വീട് താഴെയാണ്. പക്ഷേ ഈ ഭാഗത്തേക്ക് പോകുന്ന പുളിമ്പറമ്പ് നാട്ടുകാർക്കും പട്ടത്തേക്ക് പോകുന്നവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഈ റോഡ് നിങ്ങളാ കാണുന്ന പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരുന്നു റോഡ്. പിന്നെ അവർ റോഡിൻ്റെ പണിക്ക് താൽക്കാലികമായിട്ട് അങ്ങോട്ടേക്ക് ആക്കിയതാണ്. ഇത് പുളിമ്പറമ്പ്, പട്ടും, വെള്ളിക്കയിൽ ആ ഭാഗത്തേക്ക് വന്ന് പ്രധാനപ്പെട്ട റോഡ്. അപ്പോൾ ഇത് അടച്ചിട്ടാലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എല്ലാവരും വളഞ്ഞു പോകണം. കുറച്ച് നേരെ എത്തേണ്ടത് ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തേണ്ടത് ചിലപ്പം 10-15 മിനിറ്റിന് മുകളിൽ ചുറ്റിയിട്ട് പോകണം. കാരണം പണിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും എല്ലാവരും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന റോഡാണിത്. ഇതിന് തൽക്കാലം ഇവർ പറയുന്നത് മാന്തംകുണ്ട് വഴി പോകാനൊരു റോഡുണ്ട്, എൻ്റെ നാട് കണികുന്ന് വഴി പോകാനുണ്ട്. കണികുന്നും ഏകദേശം ഇതേ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിലെയും പോലെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ പണി എത്രയും പെട്ടെന്ന്, മഴയില്ലാത്ത സമയത്ത് എത്രയും പെട്ടെന്ന് പണി. ഇത് 2-3 ദിവസം മുമ്പ് മഴ നല്ല രീതിയിൽ പെയ്യാൻ തുടങ്ങിയ സമയം, കാലവർഷം തുടങ്ങി മഴ പെയ്യാൻ തുടങ്ങിയ സമയം മുതലാണ് ആ നല്ല മഴയിലാണ് ഇടിയാൻ തുടങ്ങിയത്. ആ സമയം തന്നെ ഇടിയാൻ തുടങ്ങിയ സമയം തന്നെ അവർ റോഡ് ബന്ധാക്കേണ്ടതായിരുന്നു, ബന്ധാക്കിയില്ല. ഒരു 3-4 ദിവസം മുമ്പാണ് അവർ റോഡ് അടച്ചത്. അപ്പോൾ അതാണ്, ഇപ്പോൾ റോഡ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. കാരണം വീണ്ടും ഇടിയാനുള്ള സാധ്യതയുണ്ട്. മഴ ഇപ്പോൾ മാറി നിൽക്കുന്ന അല്പം ആശ്വാസമാണ്. പക്ഷേ മഴ ഏത് നിമിഷവും പെയ്യാം. അങ്ങനെ പെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ദുരിതത്തിലേക്ക് ആളുകൾ പോകും. ഇപ്പോൾ വളഞ്ഞ വഴിയിലൂടെ വീടുകളിലേക്ക് എത്തേണ്ട അവസ്ഥയിലാണ് ഈ പുളിമ്പറമ്പ് പ്രദേശത്തുള്ള നാട്ടുകാർ.